പകർച്ചവ്യാധി ഭീഷണിയിൽ സംസ്ഥാനം. പകർച്ചപ്പനി ബാധിച്ച് 13,025 പേരാണ് ഇന്നലെ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം, അമീബിക് മസ്തിഷ്ക ജ്വരം എന്നിവ മൂലം ഇന്നലെ 4 പേർ മരിച്ചു. വയനാട്ടിൽ കോളിയാടി മാർ ബസേലിയോസ് AUP സ്കൂളിലെ 7 വിദ്യാർത്ഥികൾക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. സംസ്ഥാനം പകർച്ചവ്യാധി ഭീഷണിയിൽ. പിടിവിട്ട് ഷിഗല്ലയും ഡെങ്കിപ്പനിയും എലിപ്പനിയും മഞ്ഞപ്പിത്തവും. വയനാട്ടിൽ 7 പേർക്കുകൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ജില്ലയിൽ ഇതുവരെ ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 16ആയി. സംസ്ഥാനത്ത് ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചത് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലായി 4 പേർക്ക്. ഈ മാസം ഇതുവരെ ഷിഗല്ല സ്ഥിരീകരിച്ചത് 38 പേർക്ക്. ബുധനാഴ്ച 7 പേർക്കും ചൊവ്വാഴ്ച തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിലായി 10 പേർക്കുമാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. കൊല്ലത്ത് 2 ദിവസത്തിനിടെ 2 ഇടങ്ങളിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. ഇന്നലെ 134 പേർക്ക് ഡെങ്കിപ്പനിയും 11 പേർക്ക് എലിപ്പനിയും 34 പേർക്ക് മഞ്ഞപ്പിത്തവും 108 പേർക്ക് ചിക്കൻ പോക്സും സ്ഥിരീകരിച്ചു. ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം, അമീബിക് മസ്തിഷ്ക ജ്വരം എന്നിവ ബാധിച്ച് 4 പേരാണ് ഇന്നലെ മരിച്ചത്. 265 പേർക്കാണ് ഈ മാസം മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. ബുധനാഴ്ച 72 പേർക്ക് ഡെങ്കിപ്പനിയും 13 പേർക്ക് എലിപ്പനിയും 4 പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചിരുന്നു. പകർച്ചപ്പനി ബാധിച്ച് ഇന്നലെ 13,025 പേർ ആശുപത്രികളിൽ ചികിത്സ തേടി. മലപ്പുറത്താണ് പകർച്ചപ്പനി വ്യാപനം കൂടുതൽ. പകർച്ചവ്യാധി വ്യാപനം രൂക്ഷമാകുമ്പോഴും ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.